ഹലോ, വെൽക്കം ടു CC Plus. എൻ്റെ പേര് സുമിത. അപ്പോൾ 11ാം ക്ലാസ്സിലേക്കുള്ള നവോദയ എൻട്രൻസ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. എക്സാം ഡേറ്റ് എന്നാണെന്ന് ഞാൻ ഒന്നുകൂടി പറയാം. ഫെബ്രുവരി 7-ാം തീയതിയാണ് അപേക്ഷിക്കേണ്ടത്. സെപ്റ്റംബർ മാസം വരെയാണ് സമയമുള്ളത് കേട്ടോ. അപ്പോൾ സൈറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിലും നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഇനി സൈറ്റിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നവോദയ സ്കൂളിൽ പോയിട്ടാണെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ പലർക്കും അറിയില്ല ഈ 11ാം ക്ലാസ്സിലേക്ക് ലാറ്ററൽ എൻട്രി വഴി നവോദയ സ്കൂളിലേക്ക് അഡ്മിഷൻ നേടാമെന്നുള്ളത്. അപ്പോൾ ആർക്കാണ് അഡ്മിഷൻ നേടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് 11th സ്റ്റാൻഡേർഡിൽ നവോദയ സ്കൂളിലേക്ക് എൻട്രൻസ് എഴുതിയിട്ട് അഡ്മിഷന് പോകാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സബ്ജക്റ്റ് പഠിക്കേണ്ടതെന്ന്. ഞങ്ങൾക്ക് എപ്പോഴും ഇടുന്ന വീഡിയോസിന്റെ താഴെ വരുന്ന ഒരു കമന്റ് ആണ് 11th കുറിച്ചൊരു വീഡിയോ ചെയ്യൂ, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നവോദയ സ്കൂളിൽ 11th സ്റ്റാൻഡേർഡിൽ പോകാൻ താല്പര്യമുള്ള എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പൊ നോക്കിക്കേ, ഇതിന്റെ എക്സാം പാറ്റേൺ ആണ് ആദ്യം ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എക്സാം എന്ന് പറയുന്നത് 100 മാർക്കിന്റെ പരീക്ഷയാണ്. അതേപോലെ ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ് കേട്ടോ. അതായത് ഓരോ ക്വസ്റ്റ്യനും എത്രയാണ്? ഓരോ മാർക്കാണ്. അതേപോലെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ എന്നുള്ള സംശയമുണ്ട്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. എക്സാമിന്റെ സമയം എന്ന് പറയുന്നത് 2.5 മണിക്കൂറാണ്. 5 സെക്ഷൻസ് ആയിട്ടാണ്. അതായത് 5 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓരോ സെക്ഷനിൽ നിന്നും 20 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് അങ്ങനെയാണ് ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് നോക്കിക്കേ ഏതൊക്കെയാണ് ടോപ്പിക് വരുന്നതെന്നാണ്. അതായത് നമുക്ക് 9th വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടോപ്പിക്സ് കൂടുതലാണ് 11th എൻട്രൻസ് എക്സാമിന്. അതിനകത്ത് മെന്റൽ എബിലിറ്റി, ഇംഗ്ലീഷ്, സയൻസ്, സോഷ്യൽ സയൻസ്, മാത്സ് ഇത്രയും വരുന്നുണ്ട്. മെന്റൽ എബിലിറ്റി, ഇംഗ്ലീഷ്, സയൻസ്, സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ് ഇത്രയും വരുന്നുണ്ട്. ഓരോ സെക്ഷനിൽ നിന്നും 20 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതേപോലെ ഓരോ സെക്ഷനും എത്രയാണ്? 30 മിനിറ്റ് ആണ് കേട്ടോ വരുന്നത്. അപ്പൊ ആ ഒരു കാൽക്കുലേഷനിൽ വേണം പഠിക്കാനായിട്ടും പരീക്ഷയ്ക്ക് പോകാനൊക്കെ ആയിട്ടും. അപ്പം ഓരോ സെക്ഷനും എത്രയാണ്? 30 മിനിറ്റ്. ആ 20 ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 30 മിനിറ്റ് ആണ് അലോട്ടഡ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു എൻട്രൻസ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തത് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ല. പിന്നെന്താണ്, ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ഒരു 15 മിനിറ്റ്സ് എക്സ്ട്രാ അലോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഡിസബിലിറ്റി ഉള്ളവർക്ക് മാത്രമാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ആൻഡ് അടുത്തത് നമ്മൾ ഇതിന്റെ ഒരു സബ്ജക്റ്റ് വൈസ് ഇതിന്റെ മാർക്ക് അല്ലെങ്കിൽ എന്തൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. മെന്റൽ എബിലിറ്റി അല്ലെ. മെന്റൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മെന്റൽ എബിലിറ്റി എന്ന് ചോദിക്കാന്നുള്ളത് നോക്കാം. അതിനകത്ത് ലോജിക്കൽ റീസണിങ്ങും സീരീസ് കംപ്ലീഷനും അനലോഗി, പാറ്റേൺ റെക്കഗ്നീഷൻ ഇത്രയുമാണ് മെന്റൽ എബിലിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് പഠിക്കേണ്ട കാര്യങ്ങൾ. അതായത് എല്ലാ എക്സാമുകളിലും ഇപ്പം നമ്മൾ സെൻട്രൽ ഗവൺമെന്റിന്റെ എല്ലാ എക്സാമുകളിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഈ ഒരു മെന്റൽ എബിലിറ്റി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കേണ്ടത് കേട്ടോ. പക്ഷെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ മൊത്തം മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ മെന്റൽ എബിലിറ്റി എന്ന് പറയുന്നത്. മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവർക്ക് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ആ വീഡിയോസ് തീർച്ചയായിട്ടും കാണണം കേട്ടോ. അപ്പോൾ ഇനി ഈ ക്ലാസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ വരും. അപ്പോൾ അതുകൊണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി അടുത്തത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ വരുന്നത് റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ്. അതേപോലെ ഗ്രാമർ, വൊക്കാബുലറി, സെന്റൻസ് കറക്ഷൻ ഇത്രയുമാണ് ഇംഗ്ലീഷിൽ വരുന്നത്. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇംഗ്ലീഷിൽ നിന്നും ഉണ്ടാവുക. റീഡിംഗ് കോംപ്രഹെൻഷൻ, ഗ്രാമർ, വൊക്കാബുലറി ആൻഡ് സെന്റൻസ് കറക്ഷൻ തന്നെയാണ്. സയൻസിൽ ഈ പറഞ്ഞതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ബേസിക് ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ചോദിക്കും. അതായത് ശരിക്കും നവോദയ എന്ന് പറയുന്നത് CBSE സിലബസിനെ ഫോളോ ചെയ്യുന്നതായതുകൊണ്ട് NCERT സിലബസ്, ആ NCERT സിലബസിൽ വരുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതായത് 10th ലെവലിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ് അതിനകത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ സയൻസ് എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ് സയൻസിൽ വരുന്നത്. സോഷ്യൽ സയൻസിൽ ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, സിവിക്സ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട് അല്ലെ. ഈ ഒരു പാറ്റേൺ തന്നെയാണ് NCERT ഫോളോ ചെയ്യുന്നത് സോഷ്യൽ സയൻസിൽ. അപ്പം ഹിസ്റ്ററി, ജോഗ്രഫി, സിവിക്സ് ആൻഡ് എക്കണോമിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. മാത്തമാറ്റിക്സിൽ ആൾജിബ്ര, ജോമെട്രി, കോർഡിനേഷൻ ജോമെട്രി, ട്രിഗ്നോമെട്രി, സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിന്റെ എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻസ് പ്രസന്റ് ആയിരിക്കും.
ആൽജിബ്ര, ജിയോമെട്രി, കോർഡിനേഷൻ ജിയോമെട്രി, ട്രിഗ്നോമെട്രി, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ സിലബസിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ. ഇംഗ്ലീഷ് പഠിക്കണം, അതേപോലെ മാത്സ്, സോഷ്യൽ സയൻസ്, മെന്റൽ എബിലിറ്റി, ഇതെല്ലാം പഠിക്കണം എന്നുള്ളത് മനസ്സിലായില്ലേ. ഇനി എങ്ങനെയാണ് മെറിറ്റ് ലിസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. മെറിറ്റ് ലിസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓരോ സബ്ജക്റ്റും ഇൻഡിവിജ്വലി പാസ്സാവണം. അതായത് ഇപ്പോൾ ഇംഗ്ലീഷിന് ഒരാൾക്ക് 15 മാർക്ക് കിട്ടിയെന്നിരിക്കട്ടെ, പക്ഷെ അയാൾക്ക് എന്താണ് മാത്സിൽ 6 മാർക്കാണ് കിട്ടിയുള്ളൂ, സയൻസിൽ 3 മാർക്കാണ് കിട്ടിയുള്ളൂ എന്നിരിക്കട്ടെ. അപ്പൊ അയാൾ എന്താണ് ക്വാളിഫൈഡ് അല്ലാതെ വരും. അപ്പോൾ 20 മിനിമം 6 മാർക്ക് കിട്ടി ഓരോ സബ്ജക്റ്റും എന്താണ് ഇൻഡിവിജ്വലി ക്വാളിഫൈഡ് ആവണം. അതാണ് മിനിമം 6/20 മാർക്ക് റിക്വയർഡ് ഇൻ ഈച്ച് സെക്ഷൻ ടു ക്വാളിഫൈ എന്ന് പറയുന്നത്. ഇനി അതേപോലെ എന്താണ് ഇതിനകത്ത് ഈ 60 മാർക്കെങ്കിലും വേണം. അതായത് ഓരോ സ്ട്രീമിലേക്കും അഡ്മിഷൻ നേടുന്നതിന് വേണ്ടിയിട്ട് എൻട്രൻസ് എക്സാമിന് മിനിമം എത്രയാണ് 60 മാർക്കെങ്കിലും വേണം ഓരോ സ്ട്രീം വൈസ് കൺസിഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഓരോ സ്ട്രീമിലേക്ക് കുട്ടികളെ തിരഞ്ഞെടുക്കുന്നതെന്ന് നോക്കാം. ഇപ്പൊ സയൻസ് ആണെന്നിരിക്കട്ടെ, സയൻസ് എന്ന് പറയുന്നത് മെന്റൽ എബിലിറ്റി, സയൻസ്, മാത്സ്, അതായത് മെന്റൽ എബിലിറ്റി, സയൻസ്, മാത്സ് ഇതിനെല്ലാത്തിനും കൂടി 60 മാർക്കിൽ കൂടുതലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 60 മാർക്കോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യാം, സയൻസ് പ്രിഫർ ചെയ്യാം. അപ്പോൾ മെന്റൽ എബിലിറ്റി, സയൻസ്, മാത്സ് ഇതിന് 60 അല്ലെങ്കിൽ 60 മാർക്കിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അയാൾക്ക് സയൻസ് എടുക്കാൻ പറ്റും. കൊമേഴ്സിന് മെന്റൽ എബിലിറ്റി, സോഷ്യൽ സയൻസ്, മാത്സ് ഈ പറഞ്ഞതുപോലെ അത്രയും സബ്ജക്ട്സിന് 3 സബ്ജക്ട്സിന് 60 മാർക്കിൽ കൂടുതലുണ്ടെങ്കിൽ കൊമേഴ്സ് പ്രിഫർ ചെയ്യാവുന്നതാണ്. ഇനി ഹ്യൂമാനിറ്റീസ് ആണെങ്കിലോ മെന്റൽ എബിലിറ്റി, സോഷ്യൽ സയൻസ്, അതേപോലെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് ഇതിനേതെങ്കിലും ഉള്ള 3 സബ്ജക്റ്റിലെ മാർക്ക് എന്ന് പറയുന്നത് 60 കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ 60 ആണെങ്കിലും അയാൾക്ക് ഹ്യൂമാനിറ്റീസ് പ്രിഫർ ചെയ്യാം. പിന്നെ വൊക്കേഷണൽ സബ്ജക്റ്റുകാരെന്താണ് മെന്റൽ എബിലിറ്റി, അതേപോലെ 2 ബെസ്റ്റ് പെർഫോമിംഗ് സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അവർക്ക് വൊക്കേഷണൽ കോഴ്സുകൾ കിട്ടുക. അപ്പോൾ ഈ 3 സബ്ജക്റ്റ് ആയിരിക്കും കൺസിഡർ ചെയ്യുക. ആ 3 സബ്ജക്റ്റിൽ ബേസ് ചെയ്തുകൊണ്ട് 60 60 കൂടുതലോ മാർക്ക് കിട്ടുന്ന ആളുകളെയാണ് മെറിറ്റ് ലിസ്റ്റ് അനുസരിച്ചിട്ട് ലിസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ അതിന്റെ ബേസിസിലാണ് +1 ഏത് സ്ട്രീം സെലക്ട് ചെയ്യണം, +1 ഏത് സ്ട്രീം സെലക്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ഇനി മിനിമം കട്ട് ഓഫ് മാർക്ക് ഉണ്ട്. ആ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ജനറൽ OBC ബോയ്സിന് 21 ആണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്, ഗേൾസിന് 20 ആണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. അതായത് ഇത് 3 സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണല്ലോ. അപ്പോൾ SC/ST കുട്ടികൾക്ക് അല്ലെങ്കിൽ റിസർവേഷൻ ഉള്ള മറ്റ് കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് 18 മാർക്കാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് മിനിമം കട്ട് ഓഫ് മാർക്ക് വരുന്നത്. അപ്പൊ ചിലപ്പോൾ 6ാം ക്ലാസ്സിൽ നവോദയ എൻട്രൻസ് എക്സാം എഴുതിയിട്ട് കിട്ടാത്തവരുണ്ടായിരിക്കും. 9ാം ക്ലാസ്സിൽ ചിലപ്പോൾ നവോദയ എൻട്രൻസ് എക്സാം ഉണ്ടെന്ന് അറിയാത്തവരുണ്ട്. അപ്പോൾ 11th നിങ്ങൾക്ക് നവോദയ സ്കൂളിൽ പോയി പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു ബെസ്റ്റ് ചോയ്സ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത്. എന്താണെങ്കിലും നിങ്ങൾ പഠിക്കുകയല്ലേ, ഒന്ന് എഴുതിയെങ്കിലും നോക്കണം. അതൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നവോദയ സ്കൂളിൽ ഒരു ബോർഡിംഗ് സ്കൂളാണ്. പണ്ട് ഈ കുഞ്ഞുങ്ങൾ കൊച്ചു കുട്ടികളാണ്, നവോദയ സ്കൂളിൽ പോയി എങ്ങനെയാണെന്നൊക്കെ കൺസേൺ ഉള്ള പാരൻസ് ഉണ്ടായിരിക്കും. അപ്പൊ മക്കള് ദേ ആർ ഗ്രോയിങ്. അപ്പൊ അതുകൊണ്ട് അവർക്കൊരു പുതിയ ഒരു സ്ഥലവും പുതിയൊരു എക്സ്പീരിയൻസും ഒക്കെയാണ് നവോദയ സ്കൂൾ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് എൻട്രൻസ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്തെങ്കിലും നോക്കണം. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. സ്റ്റേറ്റുകാർക്ക് എഴുതാൻ പറ്റുമോ എന്നുള്ളത് പലരും സംശയം ചോദിക്കാറുണ്ട്. സ്റ്റേറ്റിലോ ICSEയിലോ ഏത് സിലബസിൽ പഠിച്ചവർക്കും എഴുതാം. 10ാം ക്ലാസ് ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്കൂളിൽ പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് 11th എഴുതാനുള്ളത്. അത് CBSEക്കാർക്കും ICSEക്കാർക്കും സ്റ്റേറ്റുകാർക്കൊക്കെ എഴുതാം. അപ്പോൾ ഒരു വട്ടമെങ്കിലും പരീക്ഷ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഇതുമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ വരും. അതേപോലെ നമ്മളുടെ ഒരു ബാച്ച് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാച്ച് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാവരും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 11th എക്സാം എഴുതുന്ന എല്ലാവരും ഈ വീഡിയോ തീർച്ചയായിട്ടും കാണണം. അതേപോലെ തന്നെ നിങ്ങൾ എഴുതുന്നില്ലെങ്കിലും എഴുതാൻ താല്പര്യമുള്ള ആർക്കെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഈ ചാനലിൽ വരും. അപ്പോൾ നമ്മളുടെ ചാനലൊന്ന് ഫോളോ ചെയ്തുകൂടി വെച്ചേക്കാം. അപ്പോൾ താങ്ക്